ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷമായിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ കൊല്ലാട്ട് പോകുന്നത് നമ്മളെ സ്ഥിരം പോകാറുള്ള നമ്മളെ കോർണിഷിൽ തന്നെയാണ്. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഇതുപോലെ എന്താ പറയുക, ഈ ഒരു പക്ഷിക്ക് കടൽപ്രാവാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ വന്ന് ഫുൾ ഇവിടെ ഈ കോർണിഷ് ഫുള്ള് കാണും കേട്ടോ. നല്ല രസമാണ് ഈ പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പക്ഷികൾ പറക്കുന്ന കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഞാനും നിലയും കൂടി പോയതാണ്. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് December 31 അപ്പോൾ എൻഡ് ഓഫ് 2023 ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചത് ഈ ഒരു 2023 കാരണം നമ്മളിവിടെ ജാനുവരിയിലാണ് കേട്ടോ വന്നത്, ഫാമിലി വിസയോട് കൂടിയിട്ട്. അപ്പം ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ സമയം ഞാനും കുഞ്ഞും മാത്രമായിരിക്കും ഒറ്റയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നാട്ടിലാണെങ്കിൽ എനിക്ക് അമ്മയുണ്ടായിരുന്നു, എൻ്റെ അനിയനുണ്ടായിരുന്നു. ഇപ്പം കിച്ചുബ്രോൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട്, അനിയനുണ്ട്, അച്ഛനുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ എന്താവശ്യത്തിന് അവരുടെ കൂടെ വരികയും ചെയ്തു തരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കൂടുതലും ലൈഫ് എന്താണെന്ന് പഠിച്ചത്. എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നെനിക്ക് മനസ്സിലായത്. ആ ഒരാൾ പോലും നമുക്ക് സഹായത്തിന് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങൂലേ. അപ്പോൾ ഈ ഒരു 2023 എന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. 2024 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കോർണിഷിലിരുന്നു കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസൺ ആണ്, അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 6:30 വരെയൊക്കെ അവിടെ ഇരുന്നു. ഒരു 5:30 ആകുമ്പോൾ തന്നെ ആ കടൽപ്രാവ് പോകട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ലുലുവിൽ പോവാണ്. ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഉള്ളി, കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കേണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ലുലു വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സെക്ഷനും ഉണ്ട്. ഗ്രോസറി സെക്ഷൻ, ബേക്കറി സെക്ഷൻ, മീറ്റിൻ്റെ സെക്ഷൻ, ഫിഷിൻ്റെ സെക്ഷൻ, പിന്നെ വെജിറ്റബിൾസും മീറ്റും ഫിഷും ഒക്കെ, പിന്നെ നമ്മുടെ ഉണക്ക മീനുകളൊക്കെ ഇല്ലേ, അതെല്ലാം ഫ്രോസൺ ഐറ്റംസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ മീനിൻ്റെ സെക്ഷനാണ്. നമ്മൾ പിന്നെ അധികം ഇവിടെ നിന്നും മേടിക്കാറില്ല. പിന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിക്കാനായിട്ട് വന്നു. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ കുഞ്ഞിലെയാണ് ഇങ്ങനെ സാധനം മേടിക്കാനൊക്കെ പോയിട്ടുള്ളത്. വലുതായതിനു ശേഷം ഞാനിങ്ങനെ സാധനം മേടിക്കാനേ പോയിട്ടില്ല. അതുകൊണ്ട് 1 കിലോ ഉള്ളിയുടെ വില എന്താണെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് സാധനം മേടിക്കാൻ പോകുന്നതും കാശ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണതും. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ എന്തോരം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് നമ്മൾ ഇതെന്താ ചിക്കൻ പോപ്കോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു. അത് ഞങ്ങൾ കുറച്ച് കഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുവാണ്. ഞാനിപ്പം കുറച്ചായിട്ട് തുടങ്ങിയ കാര്യമാണ്. ഇങ്ങനെ എനിക്ക് കിട്ടുന്ന കോണ്ടൻസൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കും. അതുപോലെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ ഇപ്പം ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി എൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റാനും എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളത്രയും ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈലൊന്നും അല്ല ഇവിടെ. അപ്പം കുറേ കാര്യങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആക്കണമെന്നുണ്ട്. അപ്പോൾ അതൊരു 2024 ആ കുറേ കാര്യങ്ങളിലും കൂടി മാറ്റം വരുത്തി കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് ബോൾഡ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടോ ഫുഡ് വാങ്ങിച്ചത്. ഇത് ഞണ്ട് റോസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മുടെ ഷാർജയിൽ തന്നെ മജ്ലിസ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഫിലിം കണ്ടു. സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഒരു കൊറിയൻ ഷീറ്റ് മാസ്ക് ആണ്. ഭയങ്കര റിലാക്സിങ് ആട്ടോ. ഇത് വെച്ചിട്ട് കുറേ നേരം ഞാൻ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അലക്കിയിട്ട കുറേ തുണികൾ എന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ
കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിരുന്നു. ഞങ്ങൾ വാഷ് ചെയ്യാൻ ഇട്ടിട്ടാണ് പുറത്ത് പോയത് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് വിരിച്ചിടണമായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിരിച്ചിരിക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം മടക്കി. അപ്പോൾ കുഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ, അവൾ കരച്ചില്ല. അവൾക്ക് തുണി വിരിക്കണം, തുണി മടക്കണം, മടക്കി വെച്ചേക്കണയൊക്കെ എടുത്ത് കളയും. അപ്പോൾ ഞാൻ അവിടെ സമാധാനപ്പെടുത്തി കൊണ്ട് എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട്, എന്നാലും അവൾ ഇരിക്കത്തില്ല. അത് കഴിഞ്ഞ് രാത്രി ചില സമയത്ത് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വരും ചോക്ലേറ്റ് തിന്നണമെന്ന്. അതും രാത്രി 12 മണി 1 മണി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന എടുത്ത് കഴിച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.